ശരണം അമ്മേ നോവുന്നു മമ മാനസം ഉയരഹോ വേവുന്നു ജന്മാർജിത പാപഭംഗമിയെന്നിടും മനമഹോ കീറുന്നു ദൈവേച്ഛിതം. മാറിയിടേണമെനിക്കിതിന്നു ക്ഷമ ചോദിക്കുന്നു സർവേശ്വരീ മാതാവേ, കാത്തുരക്ഷിക്കുക കടലിണയിൽ ക്ഷീണനായി വീണുരന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവത നവമസ്കന്ധം 28-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സാവിത്രി ദേവി ചോദിച്ച ചോദ്യങ്ങൾക്ക്, ആത്മീയ ചോദ്യങ്ങൾക്ക് യമധർമ്മൻ കൊടുക്കുന്ന മറുപടി: പൃഥിവി വായുരാകാശോ ജലം തേജസ്ഥദൈവ ജായേതാനി സൂത്രരൂപാണി സൃഷ്ടിരൂപവിധൗ സദാ എന്ന ശ്ലോകം. പഞ്ചഭൂതങ്ങൾ, പൃഥിവിയായ പഞ്ചഭൂതങ്ങൾ ഇവയാണ് പരമാത്മാവിന് സൃഷ്ടികാര്യത്തിൽ രൂപങ്ങളായിട്ട് വർത്തിക്കുന്നത്. ഒരു സൂത്രത്തിൽ, ഒരു ചരടിൽ മണി എന്ന പോലെ സമഷ്ടി പ്രാണി ശരീരത്തിലും ഈ പഞ്ചഭൂതങ്ങൾ സൂത്രരൂപത്തിൽ വർത്തിക്കുന്നു എന്നവിടെ പറഞ്ഞു. ഇതിനെ തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലാണ് പറയണത്: മത്ത പരതരം നാന്യൽ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. അതിൻ്റെ അർത്ഥം തന്നെയാണിതാ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം എന്നിൽ തന്നെയാണ്, ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ ഭഗവാനിൽ തന്നെയാണ്. എപ്രകാരം എന്ന് ചോദിച്ചാൽ, ഒരു സൂത്രേ മണിഗണായിവ, ഒരു മുത്തുമാലയല്ലേ ഉള്ളിലുള്ള ചരട്. എന്താ ആ പ്രയോഗം? ആ ചരടാണ് ഈ ഇപ്പം നമ്മൾ ഒരു 101 മുത്തുകളുള്ള ഒരു മാല നമ്മൾ കോർക്കണു എന്ന് പറഞ്ഞാൽ എവിടെയാണ് കോർക്കുന്നത്? ഈ ചരട്. ഈ ചരടിൻ്റെ ബലത്തിലാണ് ഈ മണികളൊക്കെ അവിടെ നിൽക്കുന്നത്. ചരട് കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കാണാൻ കഴിയില്ല. മണികളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നല്ല മുത്തുമാല, നല്ല മണിമാല എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ മുത്തുകൾ, ഈ മണികൾ നിൽക്കുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ചരട്. ആ ചരടിലാണ് ഈ മണികളെല്ലാം കോർത്ത് മാലരൂപത്തിൽ നിർത്തിയിരിക്കുന്നത്. ആ ചരടൊന്ന് പൊട്ടിയാൽ എന്താവും? മണികളെല്ലാം താഴത്ത് വീണ് ഛിന്ന ഭിന്നങ്ങളായി ഇവയ്ക്കൊന്നും യോജിക്കാൻ കഴിയാത്തത് മാതിരി, ഒന്നു ചേർന്നിരിക്കാൻ കഴിയാത്തത് മാതിരിയാവും. എന്ന മാതിരി ഈ ശരീരത്തിലെ എല്ലാം തന്നെ, ഇന്ദ്രിയങ്ങളൊക്കെ തന്നെയും ആരിലാണ് അധിഷ്ഠാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പരമാത്മാവിലാണ്, ഭഗവാനിലാണ്. ഭഗവാൻ എന്ന സൂത്രം, ഭഗവാൻ എന്ന ചരടിലാണ് ഇതെല്ലാം കോർത്ത് നിന്നിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്, പ്രവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് പ്രകാരമാണോ മണിമാലയുടെ അകത്ത് കാണാത്ത ഒരു ചരട് അതിൻ്റെ ബലമായിക്കൊണ്ട് ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്, അതുപോലെ ആ പ്രാണശക്തി, ആ പരമാത്മശക്തിയാണ് ഈ ശരീരത്തിനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. എപ്രകാരമാണോ ആ സൂത്രം, ആ ചരട് പൊട്ടിയാൽ മണികളെല്ലാം ഛിന്ന ഭിന്നമാവുന്നത്, അതുമാതിരി പരമാത്മാവ് ഉള്ളിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടായതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അടുത്തതായിട്ട്, ദേഹിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മഫലം ഭുജിപ്പിക്കുന്നത് പരമാത്മാവാണ്. സുഖം, ദുഃഖം തുടങ്ങിയ അനുഭവങ്ങളാണ് ഇതിൻ്റെ ഭോഗങ്ങൾ. ആത്മസ്വരൂപാവസ്ഥയാണ് മുക്തി എന്ന് പറയണത്. അപ്പോൾ കർമ്മം ചെയ്യുന്നത് ഈ ശരീരമാണ്. കർമ്മം ചെയ്യുന്നത് ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണല്ലോ കർമ്മം ചെയ്യുന്നത്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്ന് ഏകാദശം കൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മഫലം ഭുജിക്കുന്നതും
ഭുജിക്കുന്നതും നമ്മളാണ്. ആ കർമ്മഫലത്തെ നമുക്ക് തരുന്നതാരാണ്? കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ടല്ലോ. ആ കർമ്മഫലങ്ങളെ തരുന്നതാരാണ്? പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. എന്താണ് കർമ്മഫലങ്ങൾ? എന്താണ് ഈ കർമ്മഫലങ്ങൾ എന്ന് പറയണത്? രണ്ടെണ്ണേ ഉള്ളൂ, സുഖം, ദുഃഖം. അങ്ങനെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അതിലൂടെ കുറച്ച് സുഖവും കുറച്ച് ദുഃഖവും, അതായത് കുറച്ച് പാപവും കുറച്ച് പുണ്യവും നമ്മൾ നേടുന്നുണ്ട്. ഈ അനുഭവങ്ങളാണ് ഭോഗങ്ങൾ. അവയെ ഭോഗിക്കണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവയെ ആശ്രയിച്ചിരിക്കുന്നു, സുഖവും ദുഃഖവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ആത്മസ്വരൂപാവസ്ഥനാണ് മുക്തി. ഈ കർമ്മഫലങ്ങളെ നേടാതെ കണ്ട് കർമ്മങ്ങളെ എല്ലാം തന്നെ കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആരാണോ കർമ്മം ചെയ്യുന്നത്, അവന് കർമ്മഫലങ്ങളാകുന്ന സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ഭോഗങ്ങളില്ല. ആത്മസ്വരൂപ അവസ്ഥനാണ് അവൻ. ആ അവസ്ഥയെയാണ് മുക്തി എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറയണത്. ആത്മാ അനാത്മ വസ്തുവിവേകത്തിന് ബീജമായിരിക്കുന്നത് എന്തോ അതാ ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാ അനാത്മ. ആത്മാ എന്ന് പറയുന്നത് എന്താണ്? അനാത്മ എന്ന് പറയുന്നത് എന്താണ്? ആത്മ എന്താണ്? അനാത്മ എന്താണ്? ഇതിനു മുമ്പ് ഒരുപാട് വിസ്തരിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാവ്. അനാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണോ എന്നും നിലനിൽക്കാത്തത് അത് അനാത്മാവ്, എന്നും നിലനിൽക്കുന്നത് ആത്മാവ്. ഭഗവാന്റെ അംശമായതുകൊണ്ടും ഭഗവാൻ എന്നും നിലനിൽക്കുന്നതായതുകൊണ്ടും ജനന മരണാദികളായ ഷഡ്ഭാവങ്ങൾ, ഉൽപ്പത്തി, സ്ഥിതി, പരിണാമം, വർധന, ക്ഷയം, നാശം എന്നീ ഷഡ്ഭാവങ്ങളില്ലാത്തതുകൊണ്ട് സത്ത്, ആത്മാവ് എന്നറിയപ്പെടുന്നു. ഈ ഷഡ്ഭാവങ്ങളും ഉള്ളതുകൊണ്ട്, ഉൽപ്പത്തി മുതൽ നാശം വരെ ഉള്ളതുകൊണ്ട് അത് അനാത്മാവാണ്. അതൊക്കെ ഉള്ളത് അനാത്മാവാണ്. അപ്പോൾ നശിക്കുന്നതും ക്ഷയിക്കുന്നതും നശിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളൊക്കെ അനാത്മാവും, നശിക്കാത്ത സത്യവസ്തു ആത്മാവും. ഇതിനെ മനസ്സിലാക്കുന്നതിനെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മജ്ഞാനം എന്ന് നമ്മൾ അർത്ഥമെടുക്കണം. ജ്ഞാനം പല വിധത്തിലുള്ളതുണ്ട്. ലൗകിക ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനവുമുണ്ട്, ആത്മീയമായിട്ടുള്ള ജ്ഞാനവുമുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ്. പുരാണ ശാസ്ത്രങ്ങളിലൊക്കെ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഭൗതിക ലൗകികമായിട്ടുള്ള ജ്ഞാനങ്ങൾ നമ്മൾ അനവധി നേടിയിട്ടുണ്ട്. ഡിഗ്രിയിലൂടെയും മറ്റുമെല്ലാം, കോളേജിലും പോസ്റ്റ് ഗ്രാജുവേഷനും അങ്ങനെ പലതും ചെയ്തിട്ട് പല ലൗകിക ഭൗതിക ജ്ഞാനങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ നേടേണ്ട ജ്ഞാനം എന്താണ്? ഈ ആത്മ അനാത്മ എന്താണ് എന്നുള്ളതിന്. അതായത് അനിത്യ വസ്തു വിവേകം. നിത്യ അനിത്യ വസ്തു വിവേകം. എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ള വസ്തു എന്നുള്ള വിവേകം നമുക്ക് ഉണ്ടാവണം. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മവിദ്യാസ്വരൂപമായിരിക്കുന്നതാണ് ഈ ജ്ഞാനം. നാനാവിഷയഭേദങ്ങളെ വേർതിരിച്ചറിയാനുള്ള കാരണവും ഈ ജ്ഞാനം തന്നെയാണ്. അപ്പം ജ്ഞാനമാണ് നമുക്ക് എന്താണ് നിത്യം അനിത്യം, എന്താണ് ആത്മാവ് അനാത്മാവ്, എന്താണ് സത്ത് അസത്ത്, ഇതൊക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ആത്മാവ് അനാത്മാവ്, സത്ത് അസത്ത്, നിത്യം അനിത്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എല്ലാം ഒന്ന് തന്നെ അർത്ഥങ്ങൾ. അപ്പോൾ ഇതിനെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന സമയം കഴിഞ്ഞിരിക്കെ ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.